അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആര്യ റൂമിനകത്ത് ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് വിജയ് ശങ്കർ പോവുകയാണ്. വിജയ് ശങ്കർ പോയി ആര്യയോട് സംസാരിക്കുമ്പോൾ ആര്യ സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല. മോളെ, നിന്നെ ഞാൻ അടിച്ചത് എന്തിനാണെന്നുള്ളത് നിനക്ക് മനസ്സിലായില്ലേ? പക്ഷേ എന്നെ അച്ഛൻ അടിച്ചത് ചിന്നു ജയിച്ചു, ഞാൻ തോറ്റു, അതാണ് എനിക്ക് സങ്കടം, അല്ലാതെ അച്ഛൻ അടിച്ചതല്ല എനിക്ക് സങ്കടം എന്ന് പറയുമ്പോൾ വിജയ് ശങ്കർ പറയണം, അത് മോൾക്ക് തെറ്റി. ചിന്നുവാണ് ശരിക്കും തോറ്റിരിക്കുന്നത്, മോളാണ് ജയിച്ചിരിക്കുന്നത്. കാരണം അവളുടെ മുൻപിൽ വെച്ചിട്ടാണ് ഞാൻ നിന്നെ അടിച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് നിനക്കറിയില്ലേ? നിന്നെയും അമ്മയും മാത്രമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടം. എൻ്റെ മോളില്ലാതെ എനിക്കൊരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം അർച്ചന തോറ്റെങ്കിൽ മാത്രമേ നമ്മൾ ജയിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചിന്നു എവിടെയെങ്കിലും നല്ല ഹയർ സ്റ്റഡീസിനും നല്ല വിദ്യാഭ്യാസത്തിനും പോയി കഴിഞ്ഞാൽ എൻ്റെ മോൾ തോറ്റു പോകും. അങ്ങനെ എൻ്റെ മോൾ തോൽക്കാൻ പാടില്ല. കാരണം എനിക്ക് എൻ്റെ മോളെ മാത്രമാണ് ഇഷ്ടം. ചിന്നു മോളയോട് ഒരു ഇഷ്ടവും എനിക്കില്ല. എങ്ങനെയും അവരെ തോൽപ്പിക്കണം. ആ തോൽപ്പിക്കാനുള്ള വഴിയാണ് ചിന്നുമോള് എന്നിങ്ങനെ പറഞ്ഞിട്ട് ആര്യ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര അങ്ങോട്ടേക്ക് വരികയാണ്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, നിൻ്റെയും നിൻ്റെ അമ്മയുടെയും സന്തോഷം മാത്രമാണ് എൻ്റെ. അർച്ചന തോൽക്കണം, അതൊരൊറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതെൻ്റെ മോള് മനസ്സിലാക്കണം എന്നെല്ലാം പറയുകയാണ് കേട്ടോ. ഇങ്ങനെ വിജയ് ശങ്കർ ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആര്യയ്ക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. എന്നിട്ട് ആര്യ ഓടിപ്പോയിട്ട് വിജയ് ശങ്കർ അച്ഛാ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കണം കേട്ടോ. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ. അതേസമയം പിന്നീട് മുകുന്ദൻ രാവിലെ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങോട്ടേക്ക് ചിന്നു വരികയാണ്. അമ്മാവ, നമുക്ക് എപ്പോഴാണ് നമ്മൾ കുഞ്ഞമ്മാവനെ കാണാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതേസമയം രമ്യ അതേപോലെ അങ്ങോട്ടേക്ക് വരികയാണ്, ചായയായിട്ട് വരികയാണ് കേട്ടോ. ശരിയാണ്, അച്ചുവിനെ കാണാൻ പോകണമല്ലോ എന്നിങ്ങനെ പറയണം. അതെന്തെങ്കിലും ഒരു ദിവസം നമുക്ക് കാണാൻ പോകാം എന്നിങ്ങനെ അവരെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങോട്ടേക്ക് അർച്ചനയും വരികയാണ്. എന്താ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ചുവിനെ കാണാൻ പോണ കാര്യം സംസാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ശരിയാണ്, നമുക്ക് അച്ചുവിനെ കാണാൻ പോകാം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ മഞ്ജുവിന് ആകെ മൊത്തം സങ്കടവും സങ്കടമല്ല, ഒരു തരം വിഷമാകുകയാണ് കേട്ടോ. എന്താണ് പറഞ്ഞാൽ അച്ചു ഇവിടെ വന്ന് യാത്ര പറയാൻ വന്നതെല്ലാം അറിയുമല്ലോ. ആകെ മൊത്തം മഞ്ജു കിടന്ന് പരുങ്ങുന്നത് കാണുമ്പോൾ മുകുന്ദൻ ചോദിക്കുന്നുണ്ട്, എന്താ പിന്നെ നിനക്കൊരു പരുങ്ങൽ എന്ന് മഞ്ജുവിനോട് ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, എല്ലാവരും കൂടി പോയി കഴിഞ്ഞാൽ മുകുന്ദൻ അവനെ തീരെ ഇഷ്ടമല്ല. ആ കാര്യം ഇനി അവൻ്റെ മനസ്സിലുണ്ടാവും. അതുകൊണ്ട് എല്ലാവരെയും കാണാൻ സമ്മതിക്കുമോ എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നിങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, അങ്ങനെ അവനെ അവിടെ പോയി കണ്ടെങ്കിൽ മാത്രമേ അവൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറുള്ളൂ. അവൻ എങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. അവിടുത്തെ ഭക്ഷണങ്ങളോ ഇവിടെ ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളോ ഒന്നും നമുക്ക് കൊണ്ടുപോയി കൊടുക്കാനും പറ്റിയില്ല. അതുകൊണ്ട് അതെല്ലാം കൊണ്ടുപോയിട്ടും അവൻ അവിടുത്തെ ഫിസിക്കൽ ഇതാണ്, അതുകൊണ്ട് അതിന് ഫിസിക്കലിൻ്റെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നിങ്ങനെ പറയണം കേട്ടോ. എന്തായാലും ശരി, നമുക്ക് അങ്ങോട്ടേക്ക് പോകണം എന്നിങ്ങനെ പറയണം. അതേസമയം രമ്യയും പറയുന്നുണ്ട് കേട്ടോ, പോകണം. രമ്യയും പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ഇല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മൂന്നും ചോദിക്കും, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എല്ലാവരെയും കൂടി പോയിട്ട് അവരെ കാണാൻ വിടാതിരുന്നെങ്കിലോ എന്നിങ്ങനെ ചോദിക്കുക. അങ്ങനെയൊന്നുമില്ല, എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ്. കാണണം കാണാതിരിക്കുന്നതും അവൻ്റെ ദേഷ്യം എല്ലാം നമുക്ക് അവിടെ പോയെങ്കിലേ തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്നിങ്ങനെ അർച്ചന പറയണം കേട്ടോ. അതിനുശേഷം എപ്പോൾ ലീവ് എടുക്കണം എന്നുള്ളത് ഞാൻ പറയാം എന്നിങ്ങനെ പറയണം. ചിന്നു ഭയങ്കര സന്തോഷത്തിലാണ്, അങ്ങോട്ടേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അതിനുശേഷം ആകെ മൊത്തം മഞ്ജുവിന് ഭയങ്കര ടെൻഷനാണ് കേട്ടോ. മഞ്ജു പെട്ടെന്ന് തന്നെ പോയി രുക്കുവിനെ വിളിക്കണം. രുക്കു, ഇവിടെ നിന്നും ക്യാമ്പിലേക്ക് എല്ലാവരും പോകുന്നുണ്ട്, ട്രെയിനിങ് ക്യാമ്പിലേക്ക് എല്ലാവരും കൂടി പോകുന്നുണ്ട് അച്ചുവിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അച്ചു അവിടെ പോയി കഴിഞ്ഞാൽ അവരോട് ഇവിടെ വന്ന് യാത്ര പറയാൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമാകും. എന്നെ ചിലപ്പോൾ തല്ലും അച്ചു, എന്നെ ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഇറക്കി വിടും അച്ചു പറഞ്ഞെങ്കിൽ എന്ന് രുക്കുവിനോട് മഞ്ജു ഇങ്ങനെ ഫോൺ ചെയ്യണം കേട്ടോ. അത് കേൾക്കുമ്പോൾ രുക്കു പറയുന്നുണ്ട്, എന്തായാലും ശരി ചേച്ചി പേടിക്കണ്ട, ചേച്ചി എന്തിനങ്ങനെ അടി കൊണ്ടിട്ട് അവിടെ ഇരിക്കുന്നത്, ഞാൻ കണ്ടില്ല അച്ചുവിനെയും വിളിച്ചിട്ട് വന്നത്, അതുപോലെ ചെയ്തുകൂടെ എന്നെല്ലാം പറയണം കേട്ടോ. പിന്നീട് അതിനുശേഷം ചേച്ചി ഒരു കാര്യം ചെയ്താൽ മാത്രം മതി, എപ്പോഴാണ് അവർ പോകുന്നത് എന്ന് കറക്റ്റ് സമയം അറിഞ്ഞിട്ട് എന്നോട് പറഞ്ഞാൽ മതി, ഒരിക്കലും അവർ അവിടെ പോകില്ല, ചേച്ചിയുടെ കാര്യം ഞാൻ എന്തായാലും അച്ചുവിനോട് പറയാം എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഞ്ജു വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, ഒരിക്കലും എൻ്റെ കാര്യം പറയരുത്, പിന്നെ എൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ് എന്നിങ്ങനെ പറയണം. അതേസമയം ചന്ദ്ര അങ്ങോട്ടേക്ക് വരുമ്പോൾ രുക്കു കാര്യങ്ങളെല്ലാം പറയണം കേട്ടോ. എന്തായാലും ശരി ചേച്ചി, അവിടെ അവരെത്തിക്കഴിഞ്ഞാൽ കാണാൻ വിടാൻ പാടില്ല, അത് ഉറപ്പായിട്ടുമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയും, നീ പേടിക്കേണ്ട, വിജയേട്ടൻ വരട്ടെ, അവരൊരിക്കലും അമ്പാട്ടുകാരൊരിക്കലും അച്ചുവിനെ അവിടെ ചെന്ന് കാണാൻ പറ്റില്ല, അത് ഉറപ്പിച്ചോളൂ നീ എന്നിങ്ങനെ ചന്ദ്ര രുക്കുവിനോട് പറയണം കേട്ടോ.
അതേസമയം അനന്തു ആ വീടിൻ്റെ കാര്യം ഇങ്ങനെ പോയിട്ട് വരികയാണ്. അപ്പോൾ അനന്ത് ചോദിക്കുന്നുണ്ട് ഇവരോടെല്ലാവരും, എന്താ നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ അച്ചുവിൻ്റെ അവിടേക്ക് പോണ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ മഞ്ജു ഇടുമ്പോൾ തന്നെ, നീ എന്താ അത്ര വൈകി ചോദിച്ചപ്പോൾ, ഞാൻ ആ വീടിൻ്റെ കാര്യം വാടകയ്ക്ക് കൊടുക്കാൻ പറഞ്ഞതല്ലേ മേനോൻ സാറ് എന്നിങ്ങനെ പറയുമ്പോൾ, അർച്ചനയും മൂന്നിനൊക്കെ പറയേണ്ടത് നല്ല ആൾക്കാരെ നോക്കിയിട്ട് വേണം കൊടുക്കാൻ, അല്ലാതെ വേറൊരാൾക്ക് കൊടുക്കരുത് എന്നിങ്ങനെ പറയുമ്പോൾ അനന്ത് പറയും, ആ ഹോട്ടലിലെ സുമേഷ് എന്ന് പറഞ്ഞവൻ എൻ്റെ കൂട്ടുകാരനുമായിട്ട് പരിചയമാണ്. അവിടെ ലോഡ്ജിൽ ഒരാൾ താമസിക്കുന്നുണ്ട്, അയാൾക്ക് വേണ്ടിയിട്ടാണ്, അയാൾ നല്ലൊരു മനുഷ്യൻ, അയാൾക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെ പറയണം. എന്തായാലും സൂക്ഷിച്ചും കണ്ടും നോക്കാൻ ചെയ്താൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മഞ്ജുവിൻ്റെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് നീ അകത്തേക്ക് പോയി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ തീരുമാനിക്കാം എന്ന് പറയണം. പിന്നീട് ആനന്ദനും മൂന്നനും കൂടിയിട്ട് അവിടേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ പോകുമ്പോൾ ആ സുമേഷ് വരികയാണ് കേട്ടോ. സുമേഷ് വന്നിട്ട് ജെ കെക്ക് വേണ്ടിയിട്ടാണ് അവർ ഇതാക്കണത്. ആ സുമേഷ് വരുമ്പോൾ അവർ ചോദിക്കേണ്ടത്, ഇത് വാടകയ്ക്ക് ഇരിക്കുന്ന ആളെവിടെ, അയാളെ വിളിക്കുക എന്നിങ്ങനെ ചോദിക്കുക. അയാൾ നല്ലൊരു മനുഷ്യനാണ് എന്നിങ്ങനെ പറയണം. ശരി, എന്തായാലും ഞാൻ വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞതിന് ശേഷം സുമേഷ് ജെയ്ക്കയുടെ അടുത്ത് എത്തുകയാണ് കേട്ടോ. ജെയ്ക്കയുടെ അടുത്ത് എത്തുമ്പോൾ ജെ കെ ഒരു പുസ്തകം വായിച്ച് കിടക്കുകയായിരിക്കും. ജെ കെ പറയും, നീ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാക്കിയാൽ മതി, ഞാൻ വരണമെന്നില്ല, എനിക്ക് സ്വസ്ഥതയും സമാധാനവും ഉള്ള വീടായിരിക്കണം എന്നിങ്ങനെ പറയണം. അത് പറ്റില്ല, എനിക്കല്ലല്ലോ, സാർക്ക് വേണ്ടിയിട്ടല്ലേ, അവർക്ക് സാറോടാണ് സംസാരിക്കണം എന്ന് പറയുന്നത് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം സുമേഷിനോട്, എന്താ ശരി, ഞാൻ വരണമെന്ന് നിർബന്ധമാണെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് സുമേഷിൻ്റെ കൂടെ ജെയ്ക്ക് റെഡിയായി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ്.